ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച എല്ലാ നേതാക്കളും എന്തുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇങ്ങനെ ഒരു മലയോര സമരയാത്രയുമായി ഇറങ്ങിയത് എന്ന് നിങ്ങളോട് സൂചിപ്പിച്ചു. നമുക്കറിയാവും, ഈ മലയോരത്ത് മുഴുവൻ സങ്കടങ്ങളാണ്, കണ്ണുനീരാണ്, ഭീതിയാണ്, ഉത്കണ്ഠയാണ്. കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ സങ്കടമാണ്, പ്രയാസമാണ്. കാർഷിക മേഖലയിൽ മുഴുവൻ വിലയിടിവാണ്. കാർഷിക വൃത്തിയിൽ നിന്ന് പിന്നോക്കം പോകേണ്ട സ്ഥിതിയാണ്. കീടനാശിനിക്കും വളത്തിനുമെല്ലാം വില വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് കാർഷിക മേഖലയിൽ തകർച്ചയുണ്ടാക്കിയിരിക്കും. ബഫർ സോൺ പ്രശ്നം വീണ്ടും ആളുകളെ ഭീതിയിലാഴ്ത്തുന്നു. കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വനവിസ്തൃതിയിൽ കേരളം 1-ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 29% വനമാണ്. ആ വനസംരക്ഷണം ഉണ്ടാകണം എന്നതിൽ നമുക്ക് ഉറച്ച നിലപാടാണ്. പക്ഷേ വീണ്ടും ജനവാസ കേന്ദ്രങ്ങൾ റിസർവ് ഫോറസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. ബത്തേരി ടൗണും കട്ടപ്പന ടൗണും എല്ലാം ബഫർ സോണിൽ വരും. അവിടെ നിന്ന് ആളുകൾക്ക് ജീവിക്കണ്ടേ? ഇപ്പം അറിയാം, കൃഷി ഏറ്റവും കൂടുതൽ മലയോരത്തുണ്ടായിരുന്നത് കിഴങ്ങ് കൃഷിയാണ്. ചേനയും ചേമ്പും കപ്പയും ഒക്കെ നട്ടിരുന്നു. ഇപ്പോൾ പന്നി വന്ന് അതെല്ലാം ഇല്ലാതാക്കി. കുരങ്ങൻ വന്ന് തെങ്ങിൽ കയറി മഞ്ഞങ്ങ പരുവത്തിൽ നാളികേരം ഇട്ടുകൊണ്ട് പോകും. ആന വാഴ നശിപ്പിക്കും. കടുവയും പുലിയും കാട്ടുപോത്തും എല്ലാം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രശ്നം ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നതാണ്. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ഈ പ്രതിപക്ഷം കഴിഞ്ഞ 3.5 വർഷക്കാലമായി നിരവധി പ്രാവശ്യം മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ നമ്മൾ ഈ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം നിങ്ങളുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് സിദ്ദീഖ്, MLA-മാർ, മറ്റ് MLA-മാർ ഉൾപ്പെടെ ഒരു 1/2 ഡസൻ പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. അടിയന്തര പ്രമേയമായി, അതുപോലെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമായി, സബ്മിഷനായി എല്ലാം ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് നിസ്സംഗതയാണ്. പരമ്പരാഗതമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും അവർ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാമോ, പരമ്പരാഗതമായി ചെയ്യുന്നത് വലിയ മതിലുണ്ടാക്കും, കിടങ്ങുണ്ടാക്കും, സൗരോർജ വേലി ഉണ്ടാക്കും, റെയിൽ ഗാർഡ് ഉണ്ടാക്കും. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ 4 കൊല്ലമായി ഈ പിണറായി സർക്കാർ 1 രൂപ ഈ കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. എന്നിട്ട് ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ എഴുതി വച്ചിരിക്കുന്നു, കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ്. ഇവർക്കല്ലാതെ ആർക്ക് പറയാൻ കഴിയും? മന്ത്രിയും ആവർത്തിക്കുന്നു നിയമസഭയിൽ, കുറഞ്ഞു വരികയാണ്. ഈ സർക്കാർ തന്ന കണക്ക് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്ന മറുപടി ഞങ്ങൾ ഹാജരാക്കി. കഴിഞ്ഞ 6-7 കൊല്ലക്കാലമായി 60,000-ത്തിലധികം വന്യജീവി ആക്രമണം നടക്കുന്നു. 1000-ത്തിലധികം പേർ മരിച്ചു. 8,000-ത്തിലധികം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. കോടിക്കണക്കിന് രൂപയുടെ കൃഷി നശിച്ചു. എന്നിട്ടും ഗവൺമെന്റ് പറയുന്നു ഇത് കുറയുകയാണ് എന്ന്. ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത് ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടിരിക്കുകയാണ്. കടുവ പിടിച്ചോ, ആന ചവിട്ടിക്കൊന്നോ പോട്ടെ, 4,000-ത്തോളം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട്. എന്തൊരു സങ്കടമാണ് ഓരോ കുടുംബത്തിലുമുള്ളത്. എത്രമാത്രം വലിയ പ്രയാസമാണ്. അതിൻ്റെ ഇടയിൽ ഈ കാർഷിക വൃത്തി ഉപജീവനമില്ലാതെ പശുവിനെ കിടന്നാണ് പലരും ജീവിക്കുന്നത്. അതിനു പോലും നിവർത്തിയില്ലാത്ത രീതിയിലേക്ക് മലയോര ജനത സങ്കടക്കടലിലേക്ക് ആണ് ഇപ്പോൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾക്ക് പറയാനുള്ളത്, കൃത്യമായ മറുപടിയുണ്ട്. ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാനുണ്ട്. പരമ്പരാഗതമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതോടൊപ്പം ആധുനികമായ സങ്കേതങ്ങൾ കൂടി ഉപയോഗിക്കണം. ഇത് പുതിയ ശാസ്ത്രയുഗമാണ്. വനാതിർത്തിയിൽ മൃഗങ്ങളുടെ മൂവ്മെന്റ് ഉണ്ടായാൽ അറിയാനുള്ള സംവിധാനം ഇപ്പോഴുണ്ട്. മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയാൽ അവരെ തിരിച്ചോടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ, ഹിമാചലിൽ, മധ്യപ്രദേശിൽ
ഏറ്റവും വലിയ സങ്കേതമായ സുന്ദർബാൻസിൽ വരെ ഈ സങ്കേതങ്ങൾ ആരംഭിച്ചു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഈ ആധുനികമായ സംവിധാനങ്ങൾ വെച്ചുകൊണ്ടാണ് വനാതിർത്തിയിൽ നിന്നും ജനവാസ കേന്ദ്രത്തിലേക്ക് മൃഗങ്ങൾ വരാതിരിക്കാൻ തടയുന്നത്. ഈ കേരളത്തിലെ ഈ വനം വകുപ്പ് മാത്രം ഇതുവരെ ഇതൊന്നും അന്വേഷിച്ചു പോയിട്ട് പോലുമില്ല. 4 കൊല്ലമായി 1 രൂപ ഒരു കിടങ്ങ് കുഴിക്കാൻ പോലും ഇവർ കൊടുത്തിട്ടില്ല. കേന്ദ്രം വന്യജീവി നിയമത്തിൽ മാറ്റമുണ്ടാക്കണം, ഭേദഗതി ഉണ്ടാക്കണം. ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള 18 എംപിമാരും പാർലമെന്റിൽ അതിനുവേണ്ടി പോരാടും എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ യാത്ര സാധാരണ രാഷ്ട്രീയ ജാഥകളാണ് നടത്താറുള്ളത്, മുന്നണികൾ. ഞങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ ജാഥയല്ല. മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ, അവരുടെ ദുരിതങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത് വരെ ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളോടൊപ്പം ഉണ്ടാകും. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തും. ഈ സർക്കാർ ഒന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് തീരാറായി ഇവരുടെ ഈ ഭരണം. ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ പരിഹാരമുണ്ടാക്കും. അതിനുവരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും. ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. നിങ്ങളുടെ MLA പ്രിയങ്കരനായ സിദ്ദിഖ് നിരവധി പ്രാവശ്യം നിയമസഭയിൽ ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഉന്നയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മലയോര ജനതയുടെ സങ്കടങ്ങൾ പറയാൻ ഞങ്ങൾ നിയമസഭയെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ പ്രയാസങ്ങൾക്കെല്ലാം ഒരവസാനമുണ്ടാകണം. ഞാൻ മാനന്തവാടിയിൽ അജീഷിന്റെ വീട്ടിൽ പോയപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അദ്ദേഹത്തിന്റെ മകൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, സാർ, ഞാൻ അനാഥയായി. ഇനി ഈ വയനാട്ടിൽ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്യജീവി ആക്രമണമുണ്ടായി ഒരു കുഞ്ഞ് എന്നെ പോലെ അനാഥയാകില്ല എന്ന് സാറിന് ഉറപ്പ് പറയാൻ പറ്റുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. അതുപോലുള്ള സങ്കടങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പോരാടുന്നത്. ഈ ഗവൺമെന്റിന് അവഗണനയാണ്. ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു വനനിയമം കൊണ്ടുവരാൻ പോയി. ആ വനനിയമം വനപാലകർക്ക് അമിതമായ അധികാരങ്ങൾ നൽകുന്ന നിയമമായി. ഈ യാത്രയുടെ ഒന്നാമത്തെ ആവശ്യം ആ നിർദ്ദിഷ്ട വനനിയമം പിൻവലിക്കുക എന്നതാണ്. ഈ ജാഥ പ്രഖ്യാപിച്ച് 5 ദിവസത്തിനുള്ളിൽ ഈ സർക്കാർ അത് പിൻവലിച്ചുകൊണ്ട് ഓടി. ഈ ജാഥയുടെ ആദ്യത്തെ വിജയം ആ വനനിയമം പിൻവലിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജാഥ ഐക്യ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചത്. അതുപോലെ ഈ ജാഥയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നടത്തിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പോരാടും എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഹൃദയത്തിൽ ചാലിച്ച് ഞങ്ങൾക്ക് നൽകിയ ഈ സ്വീകരണത്തിനും പിന്തുണയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.